ഹായ് ഫ്രണ്ട്സ്, PSC ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മുടെ 50 ഡേ ടൈം ടേബിളിൻ്റെ 18ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ ഓൾറെഡി നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കെമിസ്ട്രിയിൽ നിന്ന്, മാത്സിൽ നിന്ന്, അതുപോലെ ഫിസിക്സിൽ നിന്നും ഭരണഘടനയിൽ നിന്നുമായിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസുകളും ഒരുപാട് ടോപ്പിക്കുകളും ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ എടുക്കുന്നത് ഫിസിക്സിലുള്ള ശബ്ദവും പ്രകാശവും. അത് നമ്മൾ 2 വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. ശബ്ദത്തിൻ്റെ ഒരു വീഡിയോ, അതുപോലെ തന്നെ പ്രകാശത്തിൻ്റെ ഒരു വീഡിയോ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ശബ്ദം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കുകളിലുള്ളതുമായിട്ടുള്ള പാഠപുസ്തകങ്ങളിലുള്ളതുമായിട്ടുള്ള പോയിന്റ്സ് ആണ് ഇതിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ PDF നമുക്ക് ടെലഗ്രാം ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ പ്ലേലിസ്റ്റ് 50 ഡേ ടൈം ടേബിൾ എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും ഉണ്ട്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ക്ലാസ്സുകളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ്സുകളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടു തീർക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ശബ്ദത്തെ പറ്റി പറയുമ്പോൾ ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശ്രവണബോധം ഉളവാക്കുന്ന ഊർജ്ജരൂപമാണ് ശബ്ദം എന്ന് പറയുന്നത്. ശ്രവണബോധം ഉളവാക്കുന്ന ഊർജ്ജരൂപമാണ് ശബ്ദം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശബ്ദം ഉണ്ടാകാൻ കാരണം എന്താണ്? ശബ്ദം ഉണ്ടാകുന്നത് വസ്തുക്കളുടെ കമ്പനം മൂലമാണ്. ശബ്ദം ഉണ്ടാകുന്നത്. അപ്പോൾ കമ്പനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ദ്രുതഗതിയിലുള്ള ദോലനമാണ് കമ്പനം എന്ന് പറയുന്നത്. ദ്രുതഗതിയിലുള്ള ദോലനം ടെക്സ്റ്റിലുള്ള ഫാക്റ്റാണ്. ദ്രുതഗതിയിലുള്ള ദോലനമാണ് എന്തെന്ന് വിളിക്കുന്നത്? കമ്പനം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ വസ്തുക്കളുടെ കമ്പനം കൊണ്ടാണ് ശബ്ദം ഉണ്ടാകുന്നത്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്വാസ്റ്റിക്സ് എന്നറിയപ്പെടുന്നത്. ശബ്ദം എന്ന് പറയുന്നത് എന്താ? ഒരു അനുദൈർഘ്യ തരംഗമാണ്. തരംഗം. അപ്പോൾ 2 തരത്തിലുള്ള തരംഗങ്ങളുണ്ട്. അനുദൈർഘ്യമുണ്ട്, അനുപ്രസ്ഥമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇവിടെ നമ്മൾ പറഞ്ഞു വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നതെന്ന്. അപ്പോൾ ഇവിടെയുള്ള ഈ കണികകൾ കമ്പനം ചെയ്യുന്നത് ആ തരംഗത്തിൻ്റെ സഞ്ചാരദിശയ്ക്ക് സമാന്തരമായിട്ടാണ് കമ്പനം ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ അനുദൈർഘ്യ തരംഗം എന്ന് പറയും. പെർപെൻഡിക്കുലർ ആയിട്ടാണെങ്കിൽ അതിനെ നമ്മൾ അനുപ്രസ്ഥം എന്നാണ് വിളിക്കുക. അപ്പോൾ ഇവിടെ തരംഗത്തിൻ്റെ സഞ്ചാരദിശയ്ക്ക് സമാന്തരമായിട്ടാണ് മാധ്യമത്തിലെ കണികകൾ കമ്പനം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ അനുദൈർഘ്യ തരംഗം എന്ന് പറയുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ശബ്ദം ഒരു അനുദൈർഘ്യ തരംഗമാണ്. അപ്പോൾ ശബ്ദത്തിൻ്റെ തീവ്രതയുടെ യൂണിറ്റ് എന്താ? ഡെസിബൽ ആണ്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. മാധ്യമം ഉണ്ടെങ്കിൽ മാത്രമേ ശബ്ദത്തിന് സഞ്ചരിക്കാനായിട്ട് പറ്റൂ, ആവശ്യമാണ്. എന്നാൽ പ്രകാശത്തിന് മാധ്യമം വേണ്ട. അപ്പോൾ ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. അപ്പോൾ നമുക്കറിയാം ചന്ദ്രനിലെ ശബ്ദം കേൾക്കാത്തതിന് കാരണം എന്താ? ചന്ദ്രനിൽ അന്തരീക്ഷമില്ലാത്തതിനാണ്. അന്തരീക്ഷവായു ഇല്ലാത്തതിനുകൊണ്ടാണ് ചന്ദ്രനിലെ ശബ്ദം കേൾക്കാൻ കഴിയാത്തത്. അപ്പോൾ ചന്ദ്രനിലെ ശബ്ദം കേൾക്കാൻ കഴിയില്ല. കാരണം എന്താണ്? അവിടെ അന്തരീക്ഷവായു ഇല്ല. അന്തരീക്ഷവായുവിൻ്റെ അഭാവം മൂലമാണ് അവിടെ ശബ്ദം കേൾക്കാൻ കഴിയാത്തത്. അതേപോലെ തന്നെ ശൂന്യതയിൽ ശബ്ദത്തിന് സഞ്ചരിക്കാൻ കഴിയില്ല. ശൂന്യതയിൽ ശബ്ദത്തിന് സഞ്ചരിക്കാൻ കഴിയില്ല. അതിനൊരു മാധ്യമം വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അവിടെ വായുവിൻ്റെ അസാന്നിധ്യം കൊണ്ടാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ചന്ദ്രനിൽ എന്താ? അന്തരീക്ഷവായു ഇല്ല. അതുപോലെ ശൂന്യാകാശത്ത് അന്തരീക്ഷവായു ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ബഹിരാകാശ സഞ്ചാരികളൊക്കെ പരസ്പരം സംസാരിക്കാൻ വേണ്ടിയിട്ട് റേഡിയോ സംവിധാനം ഉപയോഗിക്കാറുണ്ട്. അതെന്തുകൊണ്ടാണ്? ശബ്ദത്തിന് ശൂന്യതയിൽ സഞ്ചരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ ബഹിരാകാശ സഞ്ചാരികൾ പരസ്പരം സംസാരിക്കാൻ വേണ്ടിയിട്ട് അവരെന്തുകൊണ്ടും റേഡിയോ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതും അതുകൊണ്ടാണ്. അതിന് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. ഇനി അതേപോലെ തന്നെ നാം കേൾക്കുന്ന ശബ്ദം അല്പസമയത്തേക്ക് നമ്മുടെ ചെവിയിൽ തന്നെ തങ്ങി നിൽക്കും. ഓക്കെ, അപ്പോൾ നാം കേൾക്കുന്ന ശബ്ദം അല്പസമയത്തേക്ക് നമ്മുടെ ചെവിയിൽ തന്നെ തങ്ങി നിൽക്കുന്ന ആ ഒരു ഇതിനെ പറയുന്നതാണ് ശ്രവണ സ്ഥിരത എന്ന് പറയുന്നത്. അപ്പം മനുഷ്യൻ്റെ ശ്രവണ സ്ഥിരത എന്ന് പറയുന്നത് 1/10 സെക്കൻഡാണ്. അപ്പോൾ നമ്മൾ കേൾക്കുന്ന സമയം 1/10 സെക്കൻഡ് സമയത്തേക്ക് നമ്മുടെ ചെവിയിൽ തന്നെ നിൽക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ ശ്രവണ സ്ഥിരത എന്ന് പറയുന്നത്. ഇനി ശബ്ദം പുറപ്പെടുവിക്കുന്ന വസ്തുക്കളെ നമ്മൾ എന്തെന്ന് വിളിക്കും? ശബ്ദസ്രോതസ് എന്ന് വിളിക്കും. ശബ്ദം പുറപ്പെടുവിക്കുന്നവരെ നമ്മൾ ശബ്ദസ്രോതസ് എന്ന് വിളിക്കും. അപ്പോൾ ഓരോ ശബ്ദസ്രോതസ്സിനും ശബ്ദം ഉണ്ടാക്കുന്നതിനായിട്ട് കമ്പനം ചെയ്യുന്ന ഒരു പ്രധാന ഭാഗം അവിടെ ഉണ്ടായിരിക്കും. കാരണം വസ്തുക്കളുടെ കമ്പനം മൂലം ശബ്ദം ഉണ്ടാവുള്ളൂ. അപ്പോൾ ശബ്ദം പുറപ്പെടുവിക്കുന്ന വസ്തുക്കളെ നമ്മൾ ശബ്ദസ്രോതസ് എന്ന് പറയാം. അപ്പോൾ ഓരോ ശബ്ദസ്രോതസ്സിനും ഇങ്ങനെ കമ്പനം ചെയ്യപ്പെടുന്ന ഒരു ഭാഗം ഉണ്ടായിരിക്കും. അപ്പം മനുഷ്യനിൽ ഏത് ഭാഗമാണ്? ലാരിങ്സ് ആണ്. മനുഷ്യനിൽ ശബ്ദമുണ്ടാകുന്നതിന് കാരണമായിട്ടുള്ള
ശരീരഭാഗം ലാരിങ്സ് ആണ് മനുഷ്യനിൽ. അപ്പോൾ കമ്പനം ചെയ്യുന്ന ആ ഭാഗം ഏതാ? ലാരിങ്സ് ആണ്. അതിന് നമ്മൾ വിളിക്കും സ്വനതന്തുക്കൾ എന്ന് വിളിക്കും. ലാരിങ്സ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അപ്പോൾ ഇനി എന്താണ് ഉച്ചത? അപ്പോൾ ശബ്ദത്തിൻ്റെ സവിശേഷതകളാണ് ഉച്ചത, സ്ഥായി എന്നൊക്കെ പറയുന്നത് ശബ്ദത്തിൻ്റെ സവിശേഷതകളാണ്. അപ്പോൾ ഉച്ചത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിൻ്റെ അളവ്. അളവാണ് ഉച്ചത എന്ന് പറയുന്നത്. കേൾവി അനുഭവത്തിൻ്റെ അളവ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്തെന്നും കൂടെ പറയാം? നമ്മുടെ ചെവിയുടെ ഡയഫ്രത്തിനുണ്ടാകുന്ന കമ്പനമാണ് ഉച്ചത. നമ്മുടെ കേൾവി അനുഭവത്തിൻ്റെ അളവാണ്. അപ്പോൾ ചെവിയുടെ ഡയഫ്രത്തിനുണ്ടാകുന്ന കമ്പനമാണ് ഉച്ചത എന്ന് പറയാം. ഈ ഉച്ചത ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് എന്തിനൊക്കെയാണ്? കമ്പന ആയതിയെയും അതേപോലെ തന്നെ ചെവിയുടെ ഗ്രാഹ്യതയുമാണ്. നമ്മുടെ ചെവിക്ക് എത്രമാത്രം കേൾക്കാൻ പറ്റും. അപ്പോൾ ആ കേൾവി അനുഭവത്തിൻ്റെ അളവാണ് ഉച്ചത. അപ്പോൾ ചെവിയുടെ ഗ്രാഹ്യതയും കമ്പന ആയതിയുമാണ് എന്ത് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്? ഉച്ചത ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ കമ്പന ആയതി കൂടിക്കഴിഞ്ഞാൽ എന്ത് കൂടും? ഉച്ചതയും കൂടും. കമ്പനായതി കൂടിയാൽ ഉച്ചതയും കൂടും. അപ്പം ഇനി ഈ ഉച്ചത അളക്കുന്ന യൂണിറ്റ് ഏതാ? ഡെസിബലിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ശബ്ദ തീവ്രത അളക്കുന്നത് ഡെസിബലിലാണ്. ഉച്ചത അളക്കുന്നതും ഡെസിബലിലാണ്. അതേപോലെ ശബ്ദ മലിനീകരണം അളക്കുന്നതും എന്തിലാണ്? ഡെസിബലിലാണ്. എല്ലാം പ്രീവിയസ് ആണ് കേട്ടോ. ഉച്ചത അളക്കുന്നത്, ശബ്ദ തീവ്രത അളക്കുന്നത്, ശബ്ദ മലിനീകരണം അളക്കുന്നത് ഒക്കെ ഡെസിബലിലാണ്. അപ്പോൾ ഇത് അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഡെസിബൽ മീറ്റർ. ഉച്ചത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? ഡെസിബൽ മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഡെസിബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൽ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ചെറിയ അളവാണ് ഡെസിബൽ. അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിൻ്റെ ബഹുമാനാർത്ഥമാണ് ഇതിന് ഈ ഒരു പേര് കൊടുത്തിട്ടുള്ളത്. അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിൻ്റെ ബഹുമാനാർത്ഥമാണ് ഡെസിബൽ എന്നുള്ള ആ പേര് ആ യൂണിറ്റിന് കൊടുത്തിട്ടുള്ളത്. ഇനി എന്താണ് സ്ഥായി? സ്ഥായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂർമ്മതയാണ്. അതായത് നമ്മൾ കേൾക്കുന്ന ശബ്ദത്തിൻ്റെ കൂർമ്മത. അതായത് ഇപ്പോൾ കണ്ടോ, ഈ കുയിലിൻ്റെ ഒക്കെ നാദം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂർമ്മതയുള്ള സൗണ്ടാണ്. ഇങ്ങനെ ചെവിയിലേക്ക് തുളച്ച് കയറുന്ന ഒരു സൗണ്ടാണ്. അപ്പോൾ അതിനെ നമ്മൾ സ്ഥായി എന്ന് പറയാം. നമ്മൾ കേൾക്കുന്ന ശബ്ദത്തിൻ്റെ കൂർമ്മതയാണ് നമ്മൾ സ്ഥായി എന്ന് പറയുക. അപ്പോൾ ഈ സ്ഥായി ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള എന്തിനാണ്? ആവൃത്തിയെയാണ്. ഉച്ചത ഡിപ്പെൻഡ് ചെയ്യുന്നത് ചെവിയുടെ ഗ്രാഹ്യതയും അതുപോലെ കമ്പനായതയോ ആണെങ്കിൽ സ്ഥായി ഡിപ്പെൻഡ് ചെയ്യുന്നത് ആവൃത്തിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പായിട്ട് വരും. അപ്പോൾ സ്ഥായി ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ്? ആവൃത്തിയെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമുക്കറിയാം എന്താ, ഈ പുരുഷന്മാരുടെ ശബ്ദത്തിന് ഉച്ചത, ഈ കൂർമ്മത കുറവാണ്. പുരുഷന്മാരിലാണെങ്കിൽ എന്താ, ഈ കൂർമ്മത എന്ന് പറയുന്നത് കുറവും സ്ത്രീകളിൽ കൂടുതലുമാണ്. സ്ത്രീകളുടെ ശബ്ദത്തിന് അത് കൂടുതലുമാണ്. കാരണം എന്താ, അവിടെ ആവൃത്തി കൂടുതലായതുകൊണ്ടാണ്. സ്ത്രീകളിൽ ആവൃത്തി കൂടുതലാണ്. ഈ പുരുഷന്മാർ മെച്ചുറാകുമ്പോൾ അവരുടെ ലാരിങ്സ്, നമ്മൾ പറഞ്ഞു മനുഷ്യനിൽ ഈ ശബ്ദമുണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ശരീരഭാഗം ലാരിങ്സ് ആണ്, സ്വനതന്തുക്കൾ. അപ്പോൾ പുരുഷന്മാരിലൊക്കെ ആണെങ്കിൽ ഈ ലാരിങ്സിൻ്റെ നീളം കൂടും മെച്ചുറാകുമ്പോൾ. ഈ ലാരിങ്സിൻ്റെ നീളം കൂടും മെച്ചുറാകുമ്പോൾ. അപ്പോൾ അത് നീളം കൂടിക്കഴിഞ്ഞാൽ അവിടുത്തെ ആവൃത്തി, ഫ്രീക്വൻസിയാണ്, ആവൃത്തി എന്താവും? അവിടെ കുറയും. ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനലാണ്. നീളം കൂടുമ്പോൾ അവിടെ ആവൃത്തി കുറയും. അപ്പോൾ ആവൃത്തി കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് കുറയും? കൂർമ്മത കുറയും. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് കൂർമ്മത എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ആവൃത്തിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആവൃത്തി കൂടിയാൽ കൂർമ്മത കൂടും, ആവൃത്തി കുറഞ്ഞാൽ കൂർമ്മത കുറയും. അപ്പോൾ പുരുഷന്മാരിൽ മെച്ചുറാകുമ്പോൾ അവരുടെ ലാരിങ്സിൻ്റെ നീളം കൂടും. അപ്പോൾ നീളം കൂടി അവിടെ ആവൃത്തി കുറയും. അപ്പോൾ അവിടെ കൂർമ്മതയും കുറയും. കൂർമ്മതയും കുറയും. എന്നാൽ സ്ത്രീകളിൽ അങ്ങനെയല്ല. സ്ത്രീകളിൽ പുരുഷന്മാരെക്കാളും ആവൃത്തി കൂടുതലായിരിക്കും. അതേപോലെ തന്നെ പെൻഡുലം. ഈ പെൻഡുലത്തിൻ്റെ നീളം കൂടിയാലും ആവൃത്തി കുറയും. നീളം കൂടുന്നതിനനുസരിച്ച് ആവൃത്തി കുറയും. അപ്പോൾ പെൻഡുലത്തിൻ്റെ നീളം കൂടുമ്പോൾ എന്താണ്? ആവൃത്തി അവിടെ കുറയും. ഇനി എന്താണ് ബാസ്? ബാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴ്ന്ന സ്ഥായിയിലുള്ള ശബ്ദ തരംഗങ്ങളുടെ കൂട്ടം. നമ്മൾ പറഞ്ഞു സ്ഥായി എന്ന് പറഞ്ഞാൽ ആ കൂർമ്മതയാണ്, ശബ്ദത്തിൻ്റെ കൂർമ്മതയെ പറയുന്നതാണ് സ്ഥായി. അപ്പോൾ ഇങ്ങനെ താഴ്ന്ന സ്ഥായിയിലുള്ള ശബ്ദ തരംഗങ്ങളുടെ കൂട്ടമാണ് ബാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണെങ്കിലോ, ഇത് ഉയർന്ന സ്ഥായിയിലുള്ള ശബ്ദ തരംഗങ്ങളുടെ കൂട്ടമാണ്. ഇത് താഴ്ന്ന സ്ഥായിയിലുള്ള ശബ്ദതരംഗങ്ങളുടെ കൂട്ടം. ഇതാണെങ്കിൽ ഉയർന്ന സ്ഥായിയിലുള്ള ശബ്ദതരംഗങ്ങളുടെ കൂട്ടമാണ് ട്രബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ബീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ഡിഫറെൻ്റ് ആവൃത്തിയിലുള്ള രണ്ട് വസ്തുക്കൾ. അപ്പോൾ ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് വസ്തുക്കളും ഒരേ സമയം ശബ്ദം പുറപ്പെടുവിച്ചാൽ എന്താ പറ്റുക? അപ്പോൾ രണ്ട് വസ്തുക്കൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരുടെയും ഫ്രീക്വൻസി ഡിഫറെൻ്റാണ്.
അപ്പോൾ രണ്ടുപേരുടെ ഫ്രീക്വൻസി ഡിഫറെൻ്റ് ആണെങ്കിൽ ഇതിന്ന് വരുന്ന ശബ്ദവും ഇതിന്ന് വരുന്ന ശബ്ദവും ഇവർ തമ്മിൽ ഒരേ സമയം സൗണ്ട് ഉണ്ടായാൽ എന്തുണ്ടാവും, ആ ശബ്ദത്തിന് ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. കാരണം ഇത് ഫ്രീക്വൻസി ചിലപ്പോൾ ഇതിന് കൂടുതലായിരിക്കാം, ഇതിന് കുറവായിരിക്കാം. അപ്പോൾ ആ ശബ്ദത്തിന് ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ബീറ്റ് എന്ന്. അതായത് രണ്ട് ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിലുള്ള വസ്തുക്കൾ ഒരേ സമയം ശബ്ദം പുറപ്പെടുവിപ്പിക്കുമ്പോൾ അതിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലിനെ നമ്മൾ വിളിക്കുന്നതാണ് ബീറ്റുകൾ എന്ന്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ഇനി എന്താണ് സംഗീതം? സംഗീതവും ഒച്ചയും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? അതായത് ക്രമമായ കമ്പനത്തോടു കൂടെയുള്ളതും അതുപോലെ കേൾക്കാൻ ഇമ്പമുള്ളതുമായിട്ടുള്ള ശബ്ദമാണ് സംഗീതം. സംഗീതം എന്ന് പറഞ്ഞാൽ ഒരു ക്രമമായ കമ്പനത്തോടെ ഉണ്ടാകുന്നതും കേൾക്കാൻ ഇമ്പമുള്ളതുമായിട്ടുള്ളതാണ് സംഗീതം. എന്നാൽ ക്രമരഹിതമായിട്ടുള്ളതാണ് ഏത്? ഒച്ച. അരോചകമായതും ക്രമരഹിതവുമായിട്ടുള്ള കമ്പനം കൊണ്ടുണ്ടാകുന്നതാണ് ഒച്ച എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്രമമായിട്ടുള്ള കമ്പനം, ഇവിടെ ക്രമരഹിതമായിട്ടുള്ള കമ്പനമാണ്. ഇനി നമ്മൾ പറഞ്ഞു ഈ സംഗീതത്തിലെ സ്ഥായി എന്ന് പദം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേൾക്കുന്ന ശബ്ദത്തിൻ്റെ കൂർമ്മതയാണ് സ്ഥായി. അപ്പോൾ സംഗീതം എന്ന് പറഞ്ഞാൽ ക്രമമായിട്ടുള്ള കമ്പനം മൂലം നമുക്ക് കേൾക്കാൻ ഇമ്പമുള്ള ഒരു സൗണ്ടാണ് സംഗീതം. അപ്പോൾ അതിലുണ്ടാവുന്ന സ്ഥായി, അപ്പോൾ ആ സംഗീതത്തിലെ സ്ഥായി എന്ന പദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദമാണ് ശ്രുതി. ഓക്കെ, അപ്പോൾ സാധാരണ നമ്മൾ സംഗീതവുമായി ബന്ധപ്പെട്ട സ്ഥായിയാണ് എന്തെന്ന് പറയുന്നത്? ശ്രുതി എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ശബ്ദം, ഈ വായുവിലൂടെയുള്ള ശബ്ദത്തിൻ്റെ പ്രവേഗം ചോദിച്ചിട്ടുള്ളതാണ്. വായുവിലൂടെയുള്ള ശബ്ദത്തിൻ്റെ പ്രവേഗം, വായുവിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗത അല്ലെങ്കിൽ പ്രവേഗം എന്ന് പറയുന്നത് എന്താ? 340 മീറ്റർ/സെക്കൻഡ് ആണ്. വായുവിലൂടെയുള്ള ശബ്ദത്തിൻ്റെ പ്രവേഗം 340 മീറ്റർ/സെക്കൻഡ് ആണ്. ഇനി ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഖരവസ്തുക്കളിലൂടെയാണ്. ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഏതിലൂടെയായിരിക്കും? ഖരവസ്തുക്കളിലൂടെയാണ്. അപ്പോൾ അത് PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. കുറച്ച് തന്നിട്ട് അതിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ ശബ്ദം സഞ്ചരിക്കുക? അതിൽ സ്റ്റീൽ എന്നുള്ളതാണ് ആൻസർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റീലിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗത എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5960 ആണ്. 5960. അപ്പോൾ PSCയുടെ ഫൈനൽ കീ പ്രകാരം സ്റ്റീലായിരുന്നു. പക്ഷേ ടെക്സ്റ്റിൽ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ അലുമിനിയത്തിൻ്റെ വേഗത 6420 എന്നും കൊടുത്തിട്ടുണ്ട്. 6420. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അലുമിനിയത്തിനാണ് കൂടുതൽ വരേണ്ടത്. പക്ഷെ PSCയുടെ ആൻസർ സ്റ്റീലായിരുന്നു. ഓക്കെ, അപ്പോൾ ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഖരപദാർത്ഥങ്ങളിലൂടെയാണ്. ഏറ്റവും കുറവ് വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഏതിലൂടെയാണ്? വാതകങ്ങളിലൂടെയാണ്. വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം ചോദിക്കുകയാണെങ്കിൽ വാതകമാണ്. അപ്പം ഖരത്തിലൂടെയാണ് ഏറ്റവും കൂടുതൽ, പിന്നെ ദ്രാവകം, പിന്നെ വാതകം. ഇതാണ് ഓർഡർ വരുന്നത് എന്തിൻ്റെ? ശബ്ദവേഗതയുടെ. അപ്പോൾ ശബ്ദവേഗത ഏറ്റവും കുറവ് വാതകത്തിലും ഏറ്റവും കൂടുതൽ ഏതിലുമാണ്? ഖരത്തിലുമാണ്. ഓക്കെ, ഇനി മനുഷ്യൻ്റെ ശ്രവണ പരിധി എത്രയാണ്? മനുഷ്യൻ്റെ ശ്രവണ പരിധി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെയാണ്. 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ്. അതായത് 20 കിലോ ഹെർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 20,000 ഹെർട്സ് അങ്ങനെയും പറയാം. അപ്പോൾ 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെയാണ് മനുഷ്യൻ്റെ ശ്രവണ പരിധി എന്ന് പറയാം. അപ്പോൾ ഇനി ഈ 20 കിലോ ഹെർട്സിനേക്കാൾ കൂടുതലുള്ള ശബ്ദം, 20 കിലോ ഹെർട്സിനേക്കാൾ, അതായത് മനുഷ്യൻ്റെ ശ്രവണ പരിധിയിലും ഉയർന്ന ശബ്ദത്തിനെയാണ് നമ്മൾ അൾട്രാസോണിക് എന്ന് പറയാം. ഈ 20 കിലോ ഹെർട്സിനേക്കാളും ഉയർന്ന ശബ്ദത്തെ നമ്മൾ വിളിക്കും അൾട്രാസോണിക്. ഇതിനേക്കാൾ നമ്മുടെ ശ്രവണപരിധി എന്ന് പറഞ്ഞാൽ 20 ഹെർട്സ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ശ്രവണപരിധിയിലും താഴ്ന്ന സൗണ്ട് 20 ഹെർട്സിനേക്കാൾ താഴ്ന്നത്, ഇത് 20 കിലോ ഹെർട്സ്. ഇതിൻ്റെ ഉയർന്ന പരിധി ഇത്രയാണ്. ഇതിനേക്കാൾ കൂടുതൽ വന്നാൽ അതിനെ അൾട്രാസോണിക് എന്ന് വിളിക്കും. ഇത് നമ്മുടെ മിനിമം പരിധിയാണ്. ഇതിനേക്കാൾ താഴ്ന്നതിനെ ഇൻഫ്രാസോണിക് എന്ന് വിളിക്കും. അപ്പോൾ ഈ അൾട്രാസോണിക് ശബ്ദം ഉപയോഗിച്ച് ഇരയെ പിടിക്കുന്ന ജീവിയാണ് ആര്? വവ്വാൽ എന്ന് പറയുന്നത്. അൾട്രാസോണിക് ശബ്ദം ഉപയോഗിച്ച് ഇരയെ പിടിക്കുന്ന ജീവിനെ നമ്മൾ വിളിക്കുന്നത് എന്താ? വവ്വാലാണ്. വവ്വാൽ അൾട്രാസോണിക് വെച്ചിട്ടാണ് ഇര പിടിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഇൻഫ്രാസോണിക് പുറപ്പെടുവിക്കാൻ കഴിവുള്ള ജീവികളാണ് തിമിംഗലം, ആന, ജിറാഫ് എന്നിവരൊക്കെ. തിമിംഗലം, ആന, ജിറാഫ് തുടങ്ങിയ മൃഗങ്ങൾക്കൊക്കെ ഇൻഫ്രാസോണിക് സൗണ്ട് പുറപ്പെടുവിക്കാനും തിരിച്ചറിയാനുമുള്ള കഴിവുണ്ട്. ഇനി എന്താണ് സൂപ്പർസോണിക്, എന്താണ് ഹൈപ്പർസോണിക്? സൂപ്പർസോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദത്തേക്കാൾ 2 ഇരട്ടി വേഗതയെ സൂചിപ്പിക്കുന്നതാണ്. ശബ്ദത്തേക്കാൾ 2 ഇരട്ടി വേഗതയെ, ശബ്ദത്തേക്കാൾ 2 ഇരട്ടി
ശബ്ദത്തേക്കാൾ 2 ഇരട്ടി വേഗത്തെ സൂചിപ്പിക്കുന്നത് സൂപ്പർസോണിക് എന്നും, ഹൈപ്പർസോണിക് എന്ന് പറഞ്ഞാൽ ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗതയെ സൂചിപ്പിക്കുന്നതാണ് ഹൈപ്പർസോണിക് എന്ന് പറയുന്നത്. ഇനി മാക് നമ്പർ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മാക് നമ്പർ എന്ന് പറഞ്ഞാൽ വിമാനങ്ങളുടെയും മിസൈലുകളുടെയും ഒക്കെ വേഗത രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ്. വിമാനങ്ങളുടെയും ഒക്കെ വേഗത രേഖപ്പെടുത്താൻ, മിസൈലുകളുടെയൊക്കെ വേഗത രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് എന്ത്? മാക് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മാക് നമ്പർ എന്ന് പറഞ്ഞാലാണ് എന്ത്? 340 മീറ്റർ/സെക്കൻഡ്. ഇതെന്തായാലും നമ്മൾ ഓൾറെഡി പഠിച്ചു. ശബ്ദത്തിൻ്റെ വായുവിലൂടെയുള്ള വേഗതയാണത്. വായുവിലൂടെ ശബ്ദത്തിൻ്റെ വേഗതയ്ക്ക് ഈക്വലാണ് ഒരു മാക് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാക് നമ്പർ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാ? വിമാനങ്ങളുടെയും മിസൈലുകളുടെയും ഒക്കെ വേഗത രേഖപ്പെടുത്താനുള്ള ഒരു യൂണിറ്റാണ് മാക് നമ്പർ എന്ന് പറയുന്നത്. ഇനി ചാട്ടവാറൊക്കെ വായുവിൽ ചുഴറ്റിയാൽ, നമുക്കറിയാം ചാട്ടവാർ വായുവിൽ ചുഴറ്റുമ്പോൾ ഒരു തരം സൗണ്ട് ഉണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോണിക് ബൂം എന്ന്. സോണിക് ബൂം. ഓക്കെ, സോണിക് ബൂം. സോണിക് ബൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാട്ടവാർ വായുവിൽ ചുഴറ്റുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിന് കാരണമാണ് എന്താണ്? ഈ സോണിക് ബൂമാണ്. ഇനി ചെവിക്ക് വേദനയുണ്ടാക്കുന്ന ശബ്ദം. ചെവിക്ക് എത്ര, നമ്മൾ പറഞ്ഞു ശബ്ദം ഡെസിബലിലാണ് പറയുക. അപ്പോൾ എത്ര ഡെസിബലിന് മുകളിലായാലാണ് ചെവിക്ക് വേദന ഉണ്ടാകുന്നത്? 120 ഡെസിബലിന് മുകളിലായാലാണ്. 120 ഡെസിബലിന് മുകളിലായി കഴിഞ്ഞാൽ ചെവിക്ക് വേദന ഉണ്ടാവും. ശബ്ദ മലിനീകരണം ഉണ്ടാകുന്നത് 90 ഡെസിബലിന് മുകളിലായാലാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 90 ഡെസിബലിന് മുകളിലായി കഴിഞ്ഞാൽ അത് ശബ്ദ മലിനീകരണത്തിന് കാരണമാകും. അപ്പോൾ സാധാരണ സംഭാഷണം അതിൻ്റെ ഏകദേശ ഉച്ചത എത്രയായിരിക്കും? സാധാരണ സംഭാഷണത്തിൻ്റെ ഏകദേശ ഉച്ചത എന്ന് പറയുന്നത് 40 മുതൽ 60 ഡെസിബലാണ്. 40 മുതൽ 60 ഡെസിബൽ. ഇലകളുടെ മർമ്മരം എത്രയാണ്? 10 ഡെസിബലാണ്. ഇലകളുടെ മർമ്മരം ആണെങ്കിലും അതുപോലെ തന്നെ ശ്വസനം, നമ്മുടെ ശ്വസനം അതൊക്കെ ഏത് റേഞ്ചിലാണ് നിൽക്കുന്നത്? ശ്വസനം, ഇലകളുടെ മർമ്മരം എന്നൊക്കെ പറയുന്നത് 10 dB, 10 ഡെസിബലാണ്. ജെറ്റ് എഞ്ചിനുകളുടെ ആണെങ്കിൽ എത്രയായിരിക്കും? 110 to 140. 110 to 140 ഡെസിബലാണ്. ജെറ്റ് എഞ്ചിൻ 100 മീറ്റർ അകലെ കേട്ടോ. ജെറ്റ് എഞ്ചിൻ 100 മീറ്റർ അകലെയാണെങ്കിലാണ് ഈ ഒരു 100 മീറ്റർ അകലെ. ഇനി കാറുകളുടെ ഒക്കെ ആണെങ്കിൽ 60 to 80 ആണ്. കാറുകളുടെ ഒക്കെ ആണെങ്കിൽ 60 to 80. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് നോക്കുക. ശ്വസനം, ഇലകളുടെ മർമ്മരമൊക്കെ 10 dBയിലാണ് നിൽക്കുന്നത്. സാധാരണ സംഭാഷണം, ശബ്ദ മലിനീകരണം ചോദിച്ചിട്ടുള്ളതാണ് 10 dBക്ക് മുകളിലാണ്. ചെവിക്ക് വേദന ഉണ്ടാക്കുന്നത് 120 dBക്ക് മുകളിലാണ്. ഇനി എന്താണ് പ്രതിധ്വനി? പ്രതിധ്വനി എന്ന് പറഞ്ഞാൽ ശബ്ദം ഒരു സ്ഥലത്ത് തട്ടി തിരിച്ചു വരുമ്പോൾ നമുക്ക് കേൾക്കുന്നതാണ് പ്രതിധ്വനി എന്ന് പറയുന്നത്. അതായത് വളരെ വ്യക്തമായിട്ട് കേൾക്കുന്ന പ്രതിഫലിച്ച ശബ്ദം. ഒരു സ്ഥലത്ത് തട്ടിയിട്ട് പ്രതിഫലിച്ച് വരുന്ന വളരെ വ്യക്തമായി കേൾക്കുന്ന ആ ശബ്ദത്തിനെയാണ് നമ്മൾ പ്രതിധ്വനി എന്ന് പറയുക. പ്രതിധ്വനിയെ പറ്റിയുള്ള പഠനം ആണ് കാറ്റക്കോസ്റ്റിക്സ് എന്ന് പറയുന്നത്. കാറ്റക്കോസ്റ്റിക്സ് എന്ന് പറയുന്നത് പ്രതിധ്വനിയെ പറ്റിയുള്ള പഠനമാണ്. അപ്പോൾ പ്രതിധ്വനി കേൾക്കണമെങ്കിൽ മിനിമം എത്ര ഡിസ്റ്റൻസ് ആയിരിക്കണം? അതായത് ശബ്ദം ഒരു സ്ഥലത്ത് തട്ടി തിരിച്ചു വരുന്ന നമുക്ക് കേൾക്കുന്നതാണ് പ്രതിധ്വനി. അപ്പോൾ എത്ര ഡിസ്റ്റൻസിലായിരിക്കണം അവരുണ്ടാവേണ്ടത്? മിനിമം 17.2 മീറ്റർ. മിനിമം 17.2 മീറ്ററാണ്. ഓക്കെ, അപ്പോൾ ഈ സിനിമാ തിയേറ്ററുകളിലൊക്കെ ഭിത്തി പരുപരുത്തതായി നിർമ്മിക്കാൻ കാരണം അവിടുത്തെ പ്രതിധ്വനി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രതിധ്വനി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സിനിമാ തിയേറ്ററുകളിലൊക്കെ ഭിത്തികൾ പരുപരുത്തതായിട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു അനുദൈർഘ്യ തരംഗമാണ് എന്തെന്ന് പറയുന്നത്? ശബ്ദം. അപ്പോൾ അനുദൈർഘ്യ തരംഗങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ കണികകൾ കമ്പനം ചെയ്യുന്നത് ആ തരംഗദിശയ്ക്ക് സമാന്തരമായിട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ സമാന്തരമായിട്ട് കമ്പനം ചെയ്യുമ്പോൾ ഉണ്ടോ ഇങ്ങനെ 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 സമാന്തരമായിട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഹൊറിസോണ്ടൽ ഈ ഒരു ലൈനിലാണ് കമ്പനം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രഷർ കൂടിയ ഒരു ഭാഗവും പിന്നെ പ്രഷർ കുറഞ്ഞ ഒരു ഭാഗം പിന്നെ വീണ്ടും പ്രഷർ കൂടിയ ഭാഗം അങ്ങനെ ഉണ്ടാവും. കംപ്രഷൻസും റയർ ഫ്രാക്ഷൻസും എന്ന് നമ്മളതിനെ പറയാം. കംപ്രഷൻസും റയർ ഫ്രാക്ഷൻസും. മർദ്ദം കൂടിയ മേഖലകൾ, മർദ്ദം കൂടിയതിനെ കംപ്രഷൻ എന്ന് വിളിക്കും, മർദ്ദം കുറഞ്ഞതിനെ റയർ ഫ്രാക്ഷൻ എന്ന് വിളിക്കും. അപ്പോൾ ഇതൊക്കെ വേവ്സ് ആണ്. അപ്പോൾ വേവ് എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാണ്ട്. വേവിൻ്റെ കുറേ പാരാമീറ്റേഴ്സ്. ഒരു വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫുൾ കമ്പനം, ഒരു ഫുള്ള് കമ്പനത്തിനെടുക്കുന്ന ആ ഡിസ്റ്റൻസ്, ഒരു ഫുൾ കമ്പനത്തിനെടുക്കുന്ന ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ തരംഗ ദൈർഘ്യം അല്ലെങ്കിൽ ലാംഡ എന്ന് വിളിക്കുക. തരംഗ ദൈർഘ്യം അല്ലെങ്കിൽ ലാംഡ. അതിൻ്റെ യൂണിറ്റ് എന്താ? മീറ്ററാണ്. മീറ്ററിലാണ് നമ്മൾ തരംഗ ദൈർഘ്യം പറയുക. അതായത് മാധ്യമത്തിലെ കണിക ഒരു കമ്പനം പൂർത്തീകരിച്ച സമയം കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരം, ഒരു കമ്പനത്തിനെടുക്കുന്ന ആ ദൂരമാണ് തരംഗ ദൈർഘ്യം. അതിനെടുക്കുന്ന ആ സമയത്തിനെ നമ്മൾ ടൈം പീരീഡ് എന്ന് പറയും. സമയത്തിന് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയും. അത് നമ്മൾ സെക്കൻഡിലാണ് പറയുക.
ഇനി ആവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആവൃത്തി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ്. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണം. ഒരു സെക്കൻഡിൽ എത്ര കമ്പനം ഉണ്ടായി, കമ്പനങ്ങളുടെ എണ്ണത്തിനെ നമ്മൾ ആവൃത്തി എന്ന് പറയും. ആവൃത്തി നമ്മൾ ഹേർട്സിലാണ് പറയുക. ഈ ആവൃത്തിയും ടൈം പീരീഡും തമ്മിൽ ഒരു ബന്ധമുണ്ട്. എന്താ? ആവൃത്തി = 1/t ആണ്. ആവൃത്തി എന്ന് പറഞ്ഞാൽ എഫിലാണ് നമ്മൾ പറയുക, അത് 1/t ആണ്. അപ്പോൾ ഒരു ഫുൾ കമ്പനത്തിനെടുക്കുന്ന സമയമാണ് ടൈം പീരീഡ്, അത് സഞ്ചരിച്ച ദൂരമാണ് തരംഗദൈർഘ്യം. ഇനി ഒരു സെക്കൻഡിലുണ്ടായ കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി, അതായത് 1/t എന്ന് പറയാം. ഓക്കെ. ഇനി കൊതുകുകളിലും അതുപോലെ തന്നെ തേനീച്ചകളിലും ഒക്കെ പറക്കുമ്പോൾ ശബ്ദമുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അവയുടെ ചിറകുകളുടെ കമ്പനം മൂലമാണ്. ചിറകുകളുടെ കമ്പനം കൊണ്ടാണ് അവിടെ ശബ്ദം ഉണ്ടാകുന്നത്. ഓക്കെ, ചിറകുകൾ കമ്പനം ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് അവർ പറക്കുമ്പോൾ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ കൊതുകിൻ്റെ കേസിലാണെങ്കിൽ അത് ചിറകുകൾ കമ്പനം ചെയ്യുന്ന ആവൃത്തി, ആ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 500 Hz ആണ്. തേനീച്ചയിലാണെങ്കിൽ അത് 300 Hz. ഓക്കെ, കൊതുകുകൾ പറക്കുമ്പോൾ അവിടെ ചിറകുകൾ കമ്പനം ചെയ്യുന്ന ആവൃത്തി 500 Hz, തേനീച്ചയുടെ 300 Hz. ഇനി ചിവീടിൻ്റെ കേസിലാണെങ്കിൽ ചിറകുകളിലുള്ള പ്രത്യേക അവയവങ്ങൾ തമ്മിൽ ഉരസി ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദമുണ്ടാക്കുന്ന ജീവിയാണ് ചിവീട്. ഓക്കെ, അപ്പോൾ ആ ചിവീടിൻ്റെ ശബ്ദത്തിൻ്റെ ആവൃത്തി ഭയങ്കര കൂടുതലാണ്. അതെന്താണെന്ന് വെച്ചാൽ ചിറകിലുള്ള പ്രത്യേക അവയവങ്ങൾ തമ്മിൽ ഉരസിയിട്ടാണ് അങ്ങനെ ഒരു ശബ്ദം ഉണ്ടാകുന്നത്. ചിറകിലുള്ള പ്രത്യേക അവയവങ്ങൾ തമ്മിൽ ഉരസി ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദമുണ്ടാക്കുന്ന ജീവിയാണ് ഏത്? ചിവീട് എന്ന് പറയുന്നത്. ഇനി എക്കോ കാർഡിയോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് ഹൃദയത്തിൻ്റെ ചിത്രമെടുക്കുന്ന പ്രക്രിയ. അപ്പോൾ എക്കോ കാർഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹേർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഹൃദയത്തിൻ്റെ ചിത്രം എടുക്കലാണ്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് അൾട്രാസോണിക് സൗണ്ടുകളാണെന്ന് ഓർത്തിരിക്കുക. അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഹൃദയത്തിൻ്റെ ചിത്രം എടുക്കുന്നത്. ആ പ്രക്രിയയാണ് നമ്മൾ എക്കോ കാർഡിയോഗ്രാഫി എന്ന് പറയാം. എന്നാൽ അൾട്രാസോണോഗ്രാഫി എന്ന് പറഞ്ഞാലോ, അത് വൃക്ക, കരൾ, പിത്തസഞ്ചി, ഗർഭപാത്രം തുടങ്ങിയ ആന്തരിക അവയവങ്ങളുടെ ചിത്രം എടുക്കാനും അവയിലെ തകരാറുകൾ കണ്ടെത്താനും ഉപയോഗിക്കുന്നതാണ് സോണോഗ്രാഫി എന്ന് പറയുന്നത്. വൃക്ക, കരൾ, പിത്തസഞ്ചി തുടങ്ങിയവയുടെയൊക്കെ ആന്തരിക ചിത്രങ്ങൾ എടുക്കാനും അതിലെന്തെങ്കിലും തകരാറുകൾ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഇനി അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് വൃക്കയിലെ ചെറിയ കല്ലുകൾ പൊടിച്ചു കളയാനും പറ്റും. അൾട്രാസോണിക് തരംഗങ്ങൾ എന്തിനു യൂസ് ചെയ്യാറുണ്ട്? വൃക്കയിലെ കല്ലുകൾ പൊടിച്ചു കളയാൻ. ഓക്കെ, വൃക്കയിലെ കല്ലുകൾ പൊടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ ഏതാ? അൾട്രാസോണിക് തരംഗങ്ങളാണ്. ഇനി സോണാർ എന്ന് പറയുന്ന ഒരു ഉപകരണം, അതെന്തിനാണ്? അത് പ്രവർത്തിക്കുന്നത് അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് ജലത്തിനടിയിലുള്ള വസ്തുവിലേക്കുള്ള അകലം, അവയുടെ ദിശ, ജലത്തിനടിയിലുള്ള വസ്തുക്കളിലേക്കുള്ള അകലം നമുക്കറിയാൻ പറ്റും, ദിശ അറിയാൻ പറ്റും, അതേപോലെ തന്നെ വേഗത അറിയാൻ പറ്റും. അതൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് സോണാർ. സോണാറിൽ എന്താ? അൾട്രാസോണിക് തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ചിട്ട് ജലത്തിനടിയിലുള്ള വസ്തുവിലേക്കുള്ള അകലവും ദിശയും വേഗവും ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് സോണാർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സോണാറിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന ശബ്ദത്തിൻ്റെ സ്വഭാവം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോണാറിൽ ഉപയോഗിക്കുന്നത് എന്താ? പ്രതിഫലനമാണ്. ശബ്ദത്തിൻ്റെ പ്രതിഫലനമാണ് അവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ സോണാറിൻ്റെ പൂർണ്ണരൂപം എന്താണ്? സോണാർ എന്ന് പറഞ്ഞാൽ സൗണ്ട് നേവിഗേഷൻ ആൻഡ് റേഞ്ചിങ് ആണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. സൗണ്ട് നേവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നുള്ളതാണ് സോണാറിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇനി സീസ്മിക് തരംഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂകമ്പം, അതുപോലെ തന്നെ അഗ്നിപർവ്വത സ്ഫോടനം എന്നിവയുടെയൊക്കെ ഇതായിട്ട് ഭൂപാളികളിലൂടെ സഞ്ചരിക്കുന്ന തരംഗം, ഭൂകമ്പ തരംഗങ്ങൾ അല്ലെങ്കിൽ അഗ്നിപർവ്വതം ഉണ്ടാകുമ്പോൾ ഭൂമിക്കടിയിലൂടെ സഞ്ചരിക്കുന്ന തരംഗങ്ങൾ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് സീസ്മിക് തരംഗങ്ങളാണ്. അപ്പോൾ ഈ ഭൂകമ്പങ്ങളുടെ തീവ്രത നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം അതാണ് റിക്ടർ സ്കെയിൽ, ഭൂകമ്പ തീവ്രത. ഓക്കെ, ഭൂകമ്പ തീവ്രത അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്താ? റിക്ടർ സ്കെയിലാണ്. അപ്പോൾ ഈ ഭൂകമ്പത്തിൻ്റെ അളവ് നമ്മൾ നിർണ്ണയിക്കുക ഈ സീസ്മോഗ്രാഫിലെ ആയതിയുടെ അളവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ആയതിയുടെ അളവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എത്രമാത്രം അവിടെ ഈ ഭൂകമ്പത്തിൻ്റെ തീവ്രത ഉണ്ടായി, എത്രമാത്രം ഭൂകമ്പം ഉണ്ടായി. ആ ഭൂകമ്പത്തിൻ്റെ അളവ് നിർണ്ണയിക്കുന്നത് നമ്മൾ ആയതിയുടെ അളവ് നോക്കിയിട്ടാണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സീസ്മിക് തരംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂകമ്പമൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന തരംഗങ്ങളാണ്. റിക്ടർ സ്കെയിലാണ് ഈ ഭൂകമ്പ തീവ്രത നമ്മൾ അളക്കുന്നതെന്നും കൂടെ പഠിച്ചു വയ്ക്കുക. ഇനി ആവർത്തന പ്രതിഫലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ?
ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിഫലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദം വ്യത്യസ്ത വസ്തുക്കളിൽ തട്ടിയിട്ട് തുടർച്ചയായിട്ട് പ്രതിപദിക്കുക. പല പല വസ്തുക്കളിൽ തട്ടിയിട്ട് തുടർച്ചയായിട്ട് ശബ്ദം പ്രതിഫലിക്കുന്നതിനെയാണ് ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിഫലനം എന്ന് പറയുക. തുടർച്ചയായിട്ടുള്ള പ്രതിഫലനം, പല പല വസ്തുക്കളിൽ തട്ടി തുടർച്ചയായിട്ടുള്ള പ്രതിപതനം, അതിനെയാണ് നമ്മൾ ആവർത്തന പ്രതിഫലനം എന്ന് വിളിക്കുന്നത്. ഇനി ആവർത്തന പ്രതിപതനത്തിൻ്റെ ഫലമായിട്ട് തുടർച്ചയായിട്ടുണ്ടാകുന്ന മുഴക്കം, ഈ ആവർത്തന പ്രതിഫലനത്തിൻ്റെ ഫലമായിട്ട് തുടർച്ചയായിട്ടുണ്ടാക്കുന്ന മുഴക്കത്തിനെ നമ്മൾ അനുരണനം എന്ന് വിളിക്കും. ആ മുഴക്കത്തിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? അനുരണനം എന്ന് വിളിക്കും. അപ്പോൾ ഈ സ്റ്റേജിൻ്റെയൊക്കെ പിന്നിൽ, നമ്മൾ സ്റ്റേജുകളുടെ പിന്നിൽ കുറേ വളഞ്ഞ സൗണ്ട് ബോർഡുകളൊക്കെ നമ്മൾ സ്ഥാപിച്ചേക്കുന്ന കാണാം. അതെന്തിനു വേണ്ടിയിട്ടാണ്? ശബ്ദത്തെ ഹോളിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു വെച്ചിട്ടുള്ളത്. ശബ്ദത്തെ മൊത്തം ആ ഹോളിൽ വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കുറേ ഈ സൗണ്ട് ബോർഡുകളൊക്കെ സ്റ്റേജിൻ്റെ പിന്നിൽ ഇങ്ങനെ സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിലൊക്കെ എന്താ ആവർത്തന പ്രതിപദനാണ് അവിടെ ഉണ്ടാകുന്നത്. അതുവഴി ഉണ്ടാകുന്ന ആ മുഴക്കത്തിനെയാണ് നമ്മൾ അനുരണനം എന്ന് വിളിക്കുക. ഇനി അക്വാസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ കെട്ടിടങ്ങൾക്കുള്ളിലൊക്കെ വ്യക്തമായിട്ട് ശബ്ദം ശ്രവിക്കത്തക്ക വിധത്തിൽ അതിനെ രൂപപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ ഒരു കെട്ടിടം ഉണ്ടെങ്കിൽ അതിനുള്ളിൽ ശബ്ദം വ്യക്തമായി നമുക്ക് കേൾക്കണം. അപ്പോൾ അതിനെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് അക്വാസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അനുനാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനം ചെയ്യുന്ന വസ്തുവിനെ, അപ്പോൾ ഒരു വസ്തു സ്വാഭാവികമായിട്ട് കമ്പനം ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്നത് ഒരു നാച്ചുറൽ ഫ്രീക്വൻസിയാണ്. അല്ലാതെ നമ്മൾ ഫോഴ്സ്ഡ് ആയിട്ട് അതിനെ കമ്പനം ചെയ്യുക. ഫോഴ്സ്ഡ് കമ്പനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഫോഴ്സ്ഡ് വൈബ്രേഷൻ, അതായത് ഓൾറെഡി വൈബ്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രേരണ കൊണ്ട് മറ്റൊരു വസ്തു കമ്പനം ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയും. അല്ലാതെ ഒരു വസ്തു കമ്പനം ചെയ്യുമ്പോൾ അതിനൊരു ഫ്രീക്വൻസി ഉണ്ട്, അതിനെ നമ്മൾ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയും. ഇതിപ്പോൾ ഒരു വസ്തുവാണ്, അത് കമ്പനം ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന ഫ്രീക്വൻസി നാച്ചുറൽ ഫ്രീക്വൻസിയാണ്. ഇനി ഈ കമ്പനം ചെയ്യുന്ന ഈ ഒരു വസ്തു കാരണം മറ്റൊരു വസ്തുവിന് ഒരു ഫ്രീക്വൻസി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഫോഴ്സ്ഡ് വൈബ്രേഷൻ മൂലം ഉണ്ടാകുന്ന ഫ്രീക്വൻസി എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ കമ്പനം ചെയ്യുന്ന വസ്തുവിൻ്റെ ഈ നാച്ചുറൽ ഫ്രീക്വൻസിയും അതുപോലെ തന്നെ ഫോഴ്സ്ഡ് കമ്പനത്തിന് വിധേയമാകുന്ന വസ്തുവിൻ്റെ ഫ്രീക്വൻസിയും തുല്യമാകുവാണെങ്കിൽ, ഇതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും ഇതുമൂലം ഇതിനൊരു ഫ്രീക്വൻസി ഉണ്ടാകും, അത് രണ്ടും തുല്യമാകുവാണെങ്കിൽ ആ രണ്ട് വസ്തുക്കളും അനുനാദത്തിലായിരിക്കും എന്ന് നമുക്ക് പറയാം. ആ രണ്ട് വസ്തുക്കളും അനുനാദത്തിലായിരിക്കും. അപ്പോൾ ഈ അനുനാദത്തിനുള്ളതാണ് ഈ ഇടിമിന്നലൊക്കെ ഉണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറയ്ക്കുന്നത്. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ എന്താണ്? ജനൽ കമ്പികൾ വിറയ്ക്കുന്നത്. ഓക്കെ, ഇടിമിന്നലുണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറയ്ക്കുന്നതൊക്കെ അനുനാദത്തിന് കാരണമാണ്. അതേപോലെ തന്നെ തൂക്കുപാലത്തിലൂടെ പട്ടാളക്കാരെ മാർച്ച് ചെയ്ത് പോകാനായിട്ട് അനുവദിക്കാറില്ല. അതും ഈ അനുനാദത്തിൻ്റെ ഇതുകൊണ്ടാണ്. എന്താ? തൂക്കുപാലത്തിലൂടെ ഈ പട്ടാളക്കാരെ മാർച്ച് ചെയ്യാൻ അനുവദിക്കാത്തതും അനുനാദത്തിൻ്റെ ഇതുകൊണ്ടാണ്. ഇനി ഗാൾട്ടൺ വിസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അപ്പോൾ ഈ ഇവിടെ ഉണ്ടാവുന്ന രണ്ട് ഫ്രീക്വൻസീസും ഈക്വലായി വന്നു കഴിഞ്ഞാൽ അത് പൊട്ടാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് തൂക്കുപാലത്തിൽ പട്ടാളക്കാരെ ഒരുമിച്ച് മാർച്ച് ചെയ്യാനായിട്ട് സമ്മതിക്കാത്തത്. ഇനി ഗാൾട്ടൺ വിസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് കേൾക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്ന വിസിലാണ് ഗാൾട്ടൺ വിസിൽ. അത് നമുക്ക് മനുഷ്യന് കേൾക്കുന്ന ആവൃത്തിയിലുള്ള ശബ്ദമല്ല, അതിനേക്കാൾ ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദമാണ് അത് പുറപ്പെടുവിക്കുക. അത് നമ്മൾ ഗാൾട്ടൺ വിസിൽ എന്ന് പറയും. നായ്ക്കളുടെ ട്രെയിനിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത് ഗാൾട്ടൺ വിസിലാണ്. നായ്ക്കളുടെ ട്രെയിനിങ്ങിനായിട്ട് ട്രെയിനിങ്ങിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ? ഗാൾട്ടൺ വിസിലാണ്. അപ്പോൾ ഈ നായ്ക്കളുടെ ശ്രവണപരിധി എത്രയാ? ശ്രവണപരിധി എന്ന് പറയുന്നത് 40 ഹേർട്സ് മുതൽ 60 കിലോ ഹേർട്സ് ആണ്. നമ്മുടെ 20 കിലോ ഹേർട്സ് ആണ്, ഇത് 60 കിലോ ഹേർട്സ് ആണ്. അപ്പോൾ നമുക്ക് മനുഷ്യന് കേൾക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദം ഏതിന് പുറപ്പെടുവിക്കാൻ പറ്റും? ഈ ഗാൾട്ടൺ വിസിലിനെ പുറപ്പെടുവിക്കാൻ പറ്റും. ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്ന ഉപകരണമാണ് ഗാൾട്ടൺ വിസിൽ. ഇനി എന്താണ് ഡോപ്ലർ ഇഫക്റ്റ്? ഡോപ്ലർ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ശബ്ദ സ്രോതസ് ഉണ്ട്, അതേപോലെ തന്നെ ഒരു കേൾവിക്കാരനും ഉണ്ടെങ്കിൽ ഈ ശബ്ദ സ്രോതസ്സിൻ്റെയോ കേൾവിക്കാരൻ്റെയോ അല്ലെങ്കിൽ രണ്ടിൻ്റെയോ ആപേക്ഷിക ചലനം മൂലം നമ്മൾ ഈ ശ്രോതാവ് ശ്രവിക്കുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തിയിൽ ഉണ്ടാകുന്ന മാറ്റം. ഓക്കെ, അപ്പോൾ ഒരു ശബ്ദം പുറപ്പെടുവിക്കുന്ന ആളുണ്ട്, പിന്നെ കേൾവിക്കാരനുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ ചലിക്കുകയാണെങ്കിൽ ഇതിലേതെങ്കിലും ഒരാളോ അല്ലെങ്കിൽ ഇവർ രണ്ടുപേരുടെയോ ചലനം മൂലം ഈ ശ്രോതാവിന് കേൾക്കുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തിയിൽ മാറ്റം ഉണ്ടാകുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക?
ഡോപ്ലർ ഇഫക്റ്റ് എന്ന് വിളിക്കുക. ഇത് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ഇത് ആദ്യമായി വിശദീകരിച്ചത് ആരാണ്? ക്രിസ്റ്റ്യൻ ഡോപ്ലറാണ്. ഇത് ആദ്യമായിട്ട് വിശദീകരിച്ചത് ക്രിസ്റ്റ്യൻ ഡോപ്ലറാണ്. അപ്പോൾ ഇവിടുത്തെ നമ്മൾ കാര്യം പറഞ്ഞു, ഇവിടെ ഒരു ശ്രോതാവ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഇവിടെ ശബ്ദ സ്രോതസ്സും ഉണ്ടാവും. അപ്പോൾ ഈ ശബ്ദ സ്രോതസ്സ് ശ്രോതാവിലേക്ക് അടുക്കുമ്പോൾ, ഇവർ തമ്മിൽ അടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇതിങ്ങനെ അടുത്തടുത്ത് വരുവാണെങ്കിൽ ശബ്ദത്തിൻ്റെ ആവൃത്തി കൂടും. അപ്പോൾ നമുക്ക് നന്നായി ശബ്ദം കേൾക്കാൻ പറ്റും, ശബ്ദത്തിൻ്റെ ആവൃത്തി കൂടും. എന്നാൽ ഇത് അകന്നകന്ന് പോവുകയാണെങ്കിലോ ശബ്ദത്തിൻ്റെ ആവൃത്തി കുറയും. അതൊക്കെ ഒരു ട്രെയിൻ വരുന്ന കാര്യം ആലോചിക്കുക. അപ്പോൾ ഒരു ട്രെയിൻ വരുന്നുണ്ട്, ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് ട്രെയിനിൻ്റെ ശബ്ദം നന്നായിട്ട് കേൾക്കാനായിട്ട് പറ്റും. പക്ഷേ അത് നമ്മുടെ അടുത്ത് നിന്ന് അകന്ന് പോകുമ്പോൾ ആ ശബ്ദം കുറഞ്ഞു വരും. അതാണ് ഡോപ്ലർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ് ആശുപത്രികളിലൊക്കെ അനുവദിക്കപ്പെട്ടിട്ടുള്ള ശ്രവണ പരിധി. ആശുപത്രികളിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള ശ്രവണ പരിധി എന്ന് പറയുന്നത് 40 dB ആണ്. 40 dB. ഇനി അതേപോലെ തന്നെ ഒരെണ്ണം കൂടെ പഠിച്ചു വയ്ക്കാം. നിശബ്ദ മേഖലകളാണെങ്കിൽ പകല് അവിടെ അനുവദിക്കപ്പെട്ടിട്ടുള്ളത് 50 dBയും രാത്രി 40 dBയുമാണ്. ഏത്? നിശബ്ദ മേഖലകളിലൊക്കെയുള്ള ശ്രവണ പരിധി. ഇനി നമുക്ക് കുറച്ച് ഉപകരണങ്ങളാണ്. എന്താണ് ഹൈഡ്രോഫോൺ? നമ്മൾ എന്തിനാ ഉപയോഗിക്കുക? ജലത്തിനടിയിലുള്ള ശബ്ദം കേൾക്കാൻ. ജലത്തിനടിയിലുള്ള ശബ്ദം കേൾക്കാനാണ്. ജലത്തിനടിയിലുള്ള ശബ്ദം കേൾക്കാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഹൈഡ്രോഫോൺ യൂസ് ചെയ്യുന്നത്. ടാക്കോമീറ്റർ ആണെങ്കിലോ വിമാനത്തിൻ്റെ വേഗത അളക്കുന്നതാണ്. വിമാന വേഗത അളക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണമാണ് ടാക്കോമീറ്റർ. ഇനി ഓഡോമീറ്റർ എന്ന് പറയുന്നത്, ഓഡോമീറ്റർ എന്ന് പറഞ്ഞാൽ വാഹനങ്ങൾ സഞ്ചരിച്ച ദൂരം, വാഹനങ്ങളുടെ ദൂരം രേഖപ്പെടുത്താനുള്ളതാണ് ഓഡോമീറ്റർ. എന്നാൽ വാഹനങ്ങളുടെ വേഗത രേഖപ്പെടുത്താനുള്ളതാണ് ഏത്? സ്പീഡോമീറ്റർ. വാഹനങ്ങളുടെ വേഗത സ്പീഡോമീറ്റർ, വാഹനങ്ങളുടെ ദൂരം രേഖപ്പെടുത്താൻ ഓഡോമീറ്റർ. ഇനി ഓസിലോസ്കോപ്പ്. അതെന്തിനാ? ശബ്ദത്തിൻ്റെ ഗ്രാഫിക് ചിത്രീകരണത്തിനാണ് നമ്മൾ ഓസിലോസ്കോപ്പ് ഉപയോഗിക്കുക. സോണോമീറ്റർ എന്ന് പറഞ്ഞാൽ ശബ്ദ പരീക്ഷണം നടത്തുന്നതിന് പരീക്ഷണശാലയിൽ ഉപയോഗിക്കുന്ന ഉപകരണം. ശബ്ദ പരീക്ഷണം നടത്താനാണ് സോണോമീറ്റർ. സോണാർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ശബ്ദം ഉപയോഗിച്ച് ദൂരം അളക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു അവർ തമ്മിലുള്ള ദൂരം, വേഗത, അതിൻ്റെ ദിശ അതൊക്കെ അളക്കാൻ വേണ്ടിയിട്ടാണ്. ജലത്തിനടിയിലുള്ളത്, അതിനാണ് നമ്മൾ സോണാർ ഉപയോഗിക്കുക. മൈക്രോഫോൺ ആണെങ്കിൽ ശബ്ദ തരംഗങ്ങളെ വൈദ്യുത സ്പന്ദനങ്ങളാക്കി മാറ്റുന്നു. മൈക്രോഫോണിൽ എന്താ നടക്കുന്നത്? ശബ്ദത്തെ വൈദ്യുത സ്പന്ദനങ്ങളാക്കിയിട്ട്, ശബ്ദം മാറ്റിയിട്ട് ശബ്ദത്തെ എന്താക്കി മാറ്റും? ശബ്ദതരംഗങ്ങളെ വൈദ്യുത സ്പന്ദനങ്ങളാക്കി മാറ്റുന്ന ഉപകരണമാണ് മൈക്രോഫോൺ. ലൗഡ് സ്പീക്കർ ആണെങ്കിൽ നേരെ തിരിച്ച് വൈദ്യുത സ്പന്ദനങ്ങളെ ശബ്ദമാക്കി മാറ്റും. ശബ്ദോർജ്ജമാക്കിയിട്ട് മാറ്റുന്ന ആൾക്കാരാണ് ആര്? ലൗഡ് സ്പീക്കർ എന്ന് പറയുന്നത്. ഇനി മെഗാഫോണും സ്റ്റെതസ്കോപ്പും ഒക്കെ എന്താ? ശബ്ദത്തിൻ്റെ പ്രതിഫലനം ഉപയോഗിക്കുന്ന ഉപകരണമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രിൻസിപ്പിൾ എന്താ? ശബ്ദത്തിൻ്റെ പ്രതിഫലനമാണ്. ഓക്കെ, അപ്പോൾ ഹൈഡ്രോഫോൺ എന്ന് പറഞ്ഞാൽ ജലത്തിനടിയിലുള്ള ശബ്ദം കേൾക്കാനാണ്. വിമാന വേഗത അളക്കുന്നതാണ് ടാക്കോമീറ്റർ. ഓഡോമീറ്റർ ആണെങ്കിൽ വാഹനങ്ങളുടെ ദൂരം അളക്കാനും വാഹനങ്ങളുടെ വേഗത അളക്കാനും സ്പീഡോമീറ്ററുമാണ്. ഓസിലോസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദത്തിൻ്റെ ഗ്രാഫിക് ചിത്രീകരണത്തിനാണ്. ഇനി ശബ്ദ പരീക്ഷണം നടത്താനായിട്ട് പരീക്ഷണശാലകളിലൊക്കെ സോണോമീറ്റർ ഉപയോഗിക്കും. സോണാർ ജലത്തിനടിയിലുള്ള വസ്തുക്കളുടെ ദൂരം, ദിശ അതൊക്കെ അളക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ശബ്ദത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നതാണ് മൈക്രോഫോൺ. എന്നാൽ വൈദ്യുത തരംഗങ്ങളെ ശബ്ദതരംഗങ്ങളാക്കി മാറ്റുന്നതാണ് ലൗഡ് സ്പീക്കർ. മെഗാഫോണും സ്റ്റെതസ്കോപ്പിലും ഒക്കെ പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത് ശബ്ദത്തിൻ്റെ പ്രതിഫലനമാണെന്നും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ശബ്ദത്തിൽ നിന്ന് മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനൊക്കെ ലാസ്റ്റ് ഫിസിക്സിലെ എല്ലാ ടോപ്പിക്കും കംപ്ലീറ്റ് ആക്കുമ്പോൾ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ പോയിന്റ്സ് എല്ലാം ഒരെണ്ണം പോലും വിടാതെ പഠിക്കുക. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്